നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലപ്പുറം കരുവാരക്കുണ്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കരുവാരക്കുണ്ട് ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. വാണിയമ്പലം റെയിൽവേ ട്രാക്കിനു സമീപം ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊലപാതകത്തിനു പിന്നിൽ പ്രണയപ്പക. പ്രതി അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന +2 വിദ്യാർത്ഥിയാണ്. ഇരുവരും കുറച്ചുകാലമായി പ്രണയത്തിലായിരുന്നു. പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചത് സംശയരോഗമെന്ന് പോലീസ്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന തർക്കത്തിനൊടുവിൽ പ്രകോപിതനായാണ് പ്രതി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. പ്രാഥമിക പരിശോധനയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്നു. തിരുവനന്തപുരം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തൃശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 3:30 അപകടം നടന്നത്. ഏകദേശം 42ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ 17 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. 5 പേരുടെ നില ഗുരുതരം. ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ത്യക്കാർ ഡൽഹിയിലെത്തി. ഇന്നലെ അർദ്ധരാത്രി ടെഹ്റാനിൽ നിന്നുള്ള മഹാൻ എയർലൈൻ വിമാനത്തിലാണ് സംഘം ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിയത്. കൂടുതലും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളും തീർത്ഥാടനത്തിന് പോയവരുമാണ്. ഇറാനിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണെന്നും ഇന്ത്യൻ എംബസി ആവശ്യമായ എല്ലാ സഹായവും നൽകിയെന്നും മടങ്ങിയെത്തിയവർ പറഞ്ഞു. ന്യൂസിലാൻഡിനെതിരായി T20 പരമ്പരയിൽ നിന്ന് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ പുറത്തായി. വഡോദരയിൽ നടന്ന ഏകദിന മത്സരത്തിനിടെ പരിക്കേറ്റ സുന്ദറിന് വിശ്രമവും ചികിത്സയും ആവശ്യമായതിനാലാണ് ടീമിൽ നിന്നും ഒഴിവാക്കിയത്. പരിക്കേറ്റ തിലക് വർമ്മയ്ക്ക് പകരക്കാരനായി ശ്രേയസ് അയ്യരെയും സുന്ദറിന് പകരമായി രവി ബിഷ്ണോയിയെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 21-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം ആരംഭിക്കുന്നത്. പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച സുന്ദർ ഉടൻ തന്നെ BCCI സെന്റർ ഓഫ് എക്സലൻസ് റിപ്പോർട്ട് ചെയ്യും. ശ്രേയസ് അയ്യർ ആദ്യം 3 മത്സരങ്ങൾക്കുള്ള ടീമിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡിനെതിരായ നിർണായക പരമ്പരയ്ക്ക് മുന്നോടിയായാണ് ഇന്ത്യൻ ടീമിൽ ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 6-ന് മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം 54 വർഷം പിന്നിടുമ്പോൾ നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിലൂടെ മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്താനൊരുങ്ങുന്നു. 4 പേരടങ്ങുന്ന സംഘം 10 ദിവസം ചന്ദ്രനിൽ കഴിയുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വൈസ്മാൻ, ജെർമി ഹാൻസൺ എന്നിവരാണ് ദൗത്യ സംഘാംഗങ്ങൾ. ചന്ദ്രനിൽ എത്തുന്ന ആദ്യ വനിതാ ഉടമയാകും ക്രിസ്റ്റീന കോച്ച്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.